വീണ്ടും കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 മണി നേരമാണ്. അപ്പം ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. ഈ ക്രൂശിതനായ കർത്താവ് എൻ്റെ കവിളിൽ വന്നിങ്ങനെ തൊടുന്നത്. ഒരു തണുപ്പ് അനുഭവം എനിക്ക് ഉണ്ട്. ഞാൻ ജനിച്ച കാലം മുതലേ എനിക്ക് ഭയങ്കര കഫക്കെട്ടാണ്. അപ്പോൾ കഫക്കെട്ട് വരുമെങ്കിലും ചുമക്കില്ല, എനിക്ക് മൂക്കിക്കൂടെ പാലുമില്ല, അങ്ങനെയുള്ള അസ്വസ്ഥതകളൊന്നുമില്ല. പക്ഷേ നെഞ്ചിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശ്വാസം വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഒത്തിരി നിയോഗങ്ങൾ വെച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതൊരു നിയോഗമായിട്ട് വെച്ചില്ല. പക്ഷേ എൻ്റെ വിചാരം, ഞാൻ ഉടമ്പടിയിൽ എടുത്തപ്പോൾ എൻ്റെ രോഗം എൻ്റെ തമ്പുരാൻ മാറ്റിത്തരും എന്നുള്ളൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോഴും എനിക്ക് സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ഇതുപോലെ കഫക്കെട്ട് വന്നു. അപ്പോൾ എനിക്ക് ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ പറ്റണില്ല. വെളുപ്പിന് എഴുന്നേറ്റിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഒരു കണക്കിന് അത് ചൊല്ലിയിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇത് എനിക്ക് ഈ അസുഖം കാരണം ഒരു ഇതിനും പറ്റാത്ത ഒരവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും വന്നു വെളുപ്പിന് കിടന്നു. വീണ്ടും കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 മണി നേരമാണ്. അപ്പം ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. ഈ ക്രൂശിതനായ കർത്താവ് എൻ്റെ കവിളിൽ വന്നിങ്ങനെ തൊടുന്നത്. ഒരു തണുപ്പ് അനുഭവം എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി. പക്ഷേ ഹസ്ബൻഡ് അടുത്തുണ്ടായില്ല, ആൾ വെളുപ്പിന് എഴുന്നേറ്റ് പുറത്തോട്ട് പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കർത്താവ് തൊട്ടൊരു അനുഭവം എനിക്ക് ശരിക്കും ഉണ്ടായി. ഒരു തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ അത് ഞാൻ പിന്നെ അത് ഓർത്തില്ല. പക്ഷെ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കർത്താവ് എന്നെ തൊട്ടു, എനിക്ക് ഇവിടുത്തെ കൃപാസനത്തിലെ കർത്താവിനെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഈ ശ്വാസം മുട്ട് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും ആൻറ്റിബയോട്ടിക് എടുക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ മരുന്ന് കഴിക്കില്ല. അപ്പോൾ വരുമ്പോൾ കഫക്കെട്ട് വന്നു വെച്ചാൽ കാറ്റടിച്ചുകൂടാ, തണുത്ത ഭക്ഷണങ്ങൾ കഴിച്ചുകൂടാ, മത്സ്യങ്ങൾ, ചെമ്മീൻ, ജണ്ട് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ അലർജറ്റിക്കാണ്, ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ വന്നിരുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക്കും പിന്നെ സ്ഥിരമായിട്ട് ഞാൻ മരുന്ന് കഴിക്കില്ലായിരുന്നു. പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം ഞാൻ കുറേ നാളത്തേക്ക് ഞാനത് ഓർത്തില്ല. പക്ഷേ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എൻ്റെ തമ്പുരാൻ എന്നെ ആ സുഖത്തിൽ നിന്ന് പൂർണ്ണമായി എനിക്ക് വിടുതൽ തന്ന് എന്നെ അനുഗ്രഹിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമതായി എൻ്റെ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമായിരുന്നു. എൻ്റെ ഭർത്താവ് എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥന എല്ലാം നന്നായിട്ട് സഹകരിക്കും. പക്ഷേ ആൾ 2015 എൻ്റെ മകൻ്റെ സ്ഥൈര്യലേപനത്തിന് കുമ്പസാരിച്ചതാണ്. കുമ്പസാരിക്കാൻ പറഞ്ഞ ആൾ പറയും, ഇല്ല കുമ്പസാരിക്കണില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും. പക്ഷേ എൻ്റെ ഒരു നിയോഗം, ഞാൻ ആളറിയാണ്ട് വെച്ചൊരു നിയോഗമായിരുന്നു, ആളൊന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം എന്നുള്ളത്. അപ്പോൾ ജൂലൈ മാസത്തിൽ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു കാര്യമാണ്, എനിക്ക് എൻ്റെ ഭർത്താവ് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് കാണണം എന്നുള്ളൊരാഗ്രഹം. അന്ന് തുടങ്ങി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് കുമ്പസാരം വെച്ചു. അപ്പോൾ അതിനു മുൻപ് ആൾ കുർബാന കാണുന്നത് കുമ്പസാരൻ്റെ കൂടിനടുത്താണ്. അച്ഛൻ വന്ന് കുമ്പസാരിക്കാനിരിക്കുമ്പോൾ ആളവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അച്ഛൻ കരുതുന്നത് ആൾ കുമ്പസാരിക്കാനിരിക്കണതാന്നാ. പക്ഷേ അച്ഛനെ കാണുമ്പോൾ ആൾ എഴുന്നേറ്റ് പോകുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഈസ്റ്ററിന് ആൾ തന്നെ ആരും നിർബന്ധിക്കാതെ തന്നെ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇപ്പോൾ പറയണത്, എന്നോട് എപ്പോഴും പറയും, അച്ഛൻ കുമ്പസാരിക്കാനിരിക്കണില്ലല്ലോ ഓടിയെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ മാതാവിന് നന്ദി പറയുകയാണ്. കാരണം ആൾക്കറിയില്ല ഞാനിങ്ങനെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിരുന്നുള്ളത്. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ കാലിൽ 5 വർഷത്തോളമായി എൻ്റെ അടിയിലായിട്ടൊരു ആണി വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആണി വളരുമ്പോൾ എൻ്റെ വിചാരം അത് ഇങ്ങനെ ദശ വന്നാൽ ഞാൻ പിന്നുകൊണ്ട് ഇങ്ങനെ കുത്തി കളയുമായിരുന്നു. പക്ഷേ വീണ്ടും അതങ്ങനെ വന്ന് മൂടും. മഞ്ഞുകാലം ആകുമ്പോൾ നമ്മുടെ വാതിൽപ്പടിയുമൊക്കെ തട്ടി അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അപ്പോഴത്തേക്കും മരുന്ന് തരും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അതങ്ങനെ തന്നെ വരും. അപ്പോൾ ഹോമിയോ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഹോമിയോ ഡോക്ടർ പറഞ്ഞു, ഇത് തുറന്ന് കളയണം, തുറന്ന് കളയുമ്പോൾ ഇതിൻ്റെ ആഴമനുസരിച്ച് ചിലപ്പോൾ 5-6 മാസം കാലിന് റെസ്റ്റ് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ കേസ് അപ്പോൾ വിട്ടു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിത്തിന് ശേഷം എൻ്റെ ഒരു നിയോഗമായിട്ട് ഈ ഒരു നിയോഗം ഞാൻ വെച്ചു, ഉടമ്പടിയിൽ വെച്ചു, മാതാവ് എൻ്റെ കാലിലുള്ള ആണിരോഗം മാറ്റിത്തരണം. എൻ്റെ വിചാരം ഇത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഞാൻ ആണിയായിട്ട് നടക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു, വിഷമവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിത്തിന് ശേഷം ഞാൻ എന്നും ഉടമ്പടി തൈലം തൊട്ടി പ്രാർത്ഥിക്കും. രാത്രി കിടക്കുമ്പോൾ കാലിനടിയിൽ ഇത് തൊട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ കിടക്കാറ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ പൊറ്റ പോലെ ഇങ്ങനെ പൊളിഞ്ഞു. ആ സാധനം പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ സാധാരണ കാല് പോലെയായി.
അതുപോലെ തന്നെ ഞാനപ്പോൾ ഇത് വേദന ഉണ്ടോയെന്ന് അറിയണ്ടേന്ന് ഓർത്ത് ഞാൻ ചരലിൽ കുത്തി നോക്കും. അതുപോലെ തന്നെ ഈ വാതിൽപ്പടിയുമ്പോൾ ഞാനിങ്ങനെ കുത്തി നോക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ എനിക്ക് അങ്ങനൊരു സംഭവം ഇല്ല. അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം, ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുമ്പ് എനിക്ക് കർത്താവിനോട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കില്ല. ഈശോനോടാണ് ഞാൻ എല്ലാം പറയാറ്. എന്ത് കാര്യത്തിനാണ് ഈശോനെ വിളിക്കാറ്. അപ്പോൾ അച്ഛൻ്റെ ടോക്കുകൾ വെക്കുമ്പോൾ അച്ഛൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അച്ഛൻ പറയാറുണ്ട്, കൊന്ത ചൊല്ലാറുണ്ട്. അച്ഛൻ ഒത്തിരി ജപമാല ചൊല്ലും. രാത്രി വൈകി 3 മണി വരെ, ട്രെയിൻ പോണ നേരം വരെയൊക്കെ, അവസാന ട്രെയിൻ പോണ വരെയൊക്കെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ അതെൻ്റെ മനസ്സിൽ ഭയങ്കര ഇതായിരുന്നു. കാരണം ഞാനൊക്കെ വെറുതെ ഇരുന്ന് സമയം കളയണതാണ്. ജപമാല ഞാൻ ചൊല്ലാറില്ല. അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കും, വചനം എഴുതും, വചനം പറയും, അത്രയൊക്കെ ചെയ്യാറുള്ളൂ. എന്നാലും ജപമാല ചൊല്ലൽ വളരെ കുറവായിരുന്നു. പക്ഷേ അത് അങ്ങനെ അച്ഛൻ്റെ ആ ടോക്ക് കേട്ടതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കും അതുപോലെ അല്ലെങ്കിലും കുറച്ചെങ്കിലും കൊന്ത ചെല്ലാൻ എനിക്ക് പറ്റണേന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ കൊന്ത ചെല്ലാൻ എടുക്കുമ്പോൾ തന്നെ മാതാവിനോട് പറയും, മാതാവേ എൻ്റെ കൂടെ വാ, എനിക്ക് കൊന്ത എത്തിക്കണം എന്ന് പറയും. ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഞാൻ 5 മണിക്ക് എനിക്കും പള്ളിയിൽ 6:30 പോണേക്ക് മുമ്പ് ഒരു 5 കൊന്ത അല്ലെങ്കിൽ 4-5 കൊന്തെങ്കിലും മിനിമം എനിക്ക് എത്തിക്കാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ 10-15 കൊന്ത ഒരു ദിവസത്തിൽ ഞാൻ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞത്, ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകൾ ഡയാലിസിസ് രോഗികളുണ്ട്, അവർക്ക് അത് ചെയ്യാനുള്ള സാമ്പത്തിക സഹായങ്ങൾ, അതുപോലെ ചികിത്സയ്ക്കായിട്ട് സഹായങ്ങൾ എല്ലാ മാസവും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം കൊടുക്കും. ആ വഴിക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിലായാലും കയറി പത്രം കൊടുക്കും. അപ്പോൾ അവരോട് പറയും, ഈ പത്രം വായിച്ചിട്ട് നിങ്ങൾക്ക് രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടും. അതുപോലെ നമ്മളെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച തമ്പുരാൻ നമുക്കത് സാധിച്ചു തരുമെന്ന് അവരോട് പറയാറുണ്ട്. അതുപോലെ തന്നെ പത്രം നമ്മുടെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ പിടിക്കുന്നത് എനിക്ക് ഒരു ധൈര്യമായിട്ട് തോന്നാറ്. അത് ഞാൻ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാറുണ്ട്. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാന്നിധ്യമായി ഞാൻ വരും. 71 സങ്കീർത്തനം 16 തിരുവചനമാണ്. തൻ്റെ 40 വർഷമായിട്ട് ഉള്ളൊരു അസുഖം, കഫക്കെട്ട്, അതുമൂലം ഈ മകൾക്ക്, അതായത് ചുമയില്ല, ജലദോഷത്തിൻ്റേതായ യാതൊരു ലക്ഷണവുമില്ല, പക്ഷേ നെഞ്ചിൽ കഫം കെട്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു വല്ലാത്ത അസ്വസ്ഥത, അതുമൂലം എപ്പോഴും ഇങ്ങനെ അണയ്ക്കുന്ന പോലെയായിരുന്നു എന്നാണ് സിസ്റ്ററിനോട് പറയുക. യാതൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും വിഷമമായിട്ട് ഈ മകൾ ഇരിക്കുമ്പോൾ, ഇത് വരുമ്പോൾ ഈ മകൾ പെട്ടെന്ന് മെഡിസിൻ എടുക്കുന്നു, അത് കുറയും. അല്ലാതെ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു രോഗശമനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉടമ്പടിയിൽ എടുക്കുന്നു, ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെക്കുന്നില്ല. ഈ മകൾക്ക് കർത്താവ് പിന്നെ വന്ന് ഈ മകളെ തൊടുന്നതും എങ്ങനെയാണ് പിന്നീട് ഇതുവരെ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇന്ന് വരെ ഈ മകൾക്ക് അങ്ങനെ ഒരു അസ്വസ്ഥതകൾ ഉണ്ടായിട്ടില്ല. മെഡിസിനൊന്നും എടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടില്ല എന്നാണ് നാം കേട്ടത്. അതുപോലെ തന്നെ 7 വർഷത്തോളമായി കുമ്പസാരിക്കാതിരുന്ന തൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞു. ആ മകൻ പിന്നീട് എങ്ങനെയാണ് ഇപ്പോൾ അച്ഛൻ എന്തുകൊണ്ടാണ് കുമ്പസാരിപ്പിക്കാൻ വരാത്തത് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അത് ഈ മകളുടെ ഒരു ഉടമ്പടി നിയോഗം തന്നെയായിരുന്നു. അതുപോലെ തൻ്റെ 5 വർഷത്തോളമുള്ള ആണി രോഗം അത് സൗഖ്യമാക്കപ്പെടുന്നു. ഈ മകൾ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ എങ്ങനെയാണ് കുറച്ചെങ്കിലും മുമ്പോട്ട് വരുവാൻ സാധിച്ചത്, ജപമാലയൊക്കെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു താല്പര്യം ഈ മകൾക്ക് എങ്ങനെയുണ്ടായി, ഇതൊക്കെയാണ് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാന്നിധ്യമായിട്ട് ഇന്ന് ഈ മകളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് അതിന് ഈ മകൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, തൻ്റെ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതൊക്കെ വഴി ഈ മകൾ എങ്ങനെയാണ് അതിന് തന്നെ ഒരുക്കുന്നതെന്നാണ് നാം കേട്ടത്. അങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഈ മകളോടൊപ്പം കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.